ويطعمون الطعام على حبه مسكينا ويتيما وأسيرا إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا صدق الله العلي العظيم. സ്നേഹമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വേദിയെ സ്വീകരിക്കുമാറാവട്ടെ. ഇന്ന് ഖുതുബയിൽ പരാമർശിച്ച വിഷയം സുഹൃതങ്ങൾ വർദ്ധിപ്പിക്കുക, അതിലൊന്നിനെയും നിങ്ങൾ നിസ്സാരമായി കാണരുത് എന്ന ആഹ്വാനമായിരുന്നു. സുഹൃതങ്ങളുടെ വൃത്തത്തിനകത്ത് മുഴുവൻ കാര്യങ്ങളും ഒന്നിന്റെയും ഗൗരവം ചോർന്നു പോകാതെ തന്നെ പരമാവധി പാലിക്കുക എന്നത് ബാധ്യതയാണ് ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം. ആ ബാധ്യതാ നിർവഹണം ശരിയായ രൂപത്തിൽ നടക്കുമ്പോൾ മാത്രമാണ് ഒരു ഉത്തമ സമൂഹ സൃഷ്ടി ഇവിടെ സാധ്യമാവുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വളരെ വ്യക്തമായി ഒരുപാട് ഭാവങ്ങളിലും ശൈലികളിലും നമ്മുടെ കാര്യം ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു, കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ദൈനംദിന ജീവിതത്തിൽ, വ്യക്തിഗതമായ കാര്യങ്ങളിൽ, സാമൂഹികമായ വിഷയങ്ങളിൽ ഈ ആഹ്വാനം സ്വീകരിക്കാൻ നാം ബാധ്യസ്ഥരാണ്. അവിടെ ഈ നന്മകൾക്കെല്ലാം ഒരു ചിട്ടയുണ്ട്, പാലിച്ചിരിക്കേണ്ട അദബുകളുണ്ട്. അതിന്റെ പാലനത്തോടു കൂടി നന്മകൾ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ആ നന്മയാവുന്നത്, അതിന്റെ പുണ്യം നമുക്ക് ലഭിക്കുന്നത്. അതിനെ അവഗണിച്ചുകൊണ്ട് ബാഹ്യമായി നന്മ എന്ന് തോന്നുന്ന രൂപത്തിൽ ആ പ്രവൃത്തി പാലിക്കുന്നത് കൊണ്ട് മാത്രം അതിന്റെ ഗുണം നമുക്ക് ലഭ്യമാവുകയില്ല. അതിന്റെ ഗൗരവം നാം കൂടുതൽ ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. വർത്തമാനകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നന്മയും സുഹൃതങ്ങളും അതുപോലെ ആ പട്ടികയിൽ പെടുത്താവുന്ന പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം അതിന് ശരിയായ ഫലത്തിലേക്ക്, ലക്ഷ്യത്തിലേക്ക് എത്താതെ പോകുന്നതായി നാം പലപ്പോഴും കാണുന്നു. അതിന്റെ യഥാർത്ഥ കാരണം അതിന്റെ ഉപാധികൾ, നിബന്ധനകൾ, അതിന്റെ അദബുകൾ പാലിക്കപ്പെടുന്നില്ല എന്നതാണ്. അതിൽ ഏറ്റവും പരമപ്രധാനമായ അദബ് അത് ഇഖ്ലാസ് എന്നതാണ്. ഇഖ്ലാസോടുകൂടിയായിരിക്കണം നാം കാര്യങ്ങൾ നിർവഹിക്കേണ്ടത്. ഇഖ്ലാസ് എവിടെ നിന്ന് നഷ്ടപ്പെടുന്നുവോ അവിടെ ആ പ്രവർത്തനം ഒന്നുമല്ലാതെ ആകുന്നു, പലപ്പോഴും വിപരീത ഫലങ്ങൾ ഉളവാക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകത്തിൽ ആപ്പതിക്കുന്ന 3 പ്രത്യേക കക്ഷികളെ കുറിച്ച് പറഞ്ഞു. ബാഹ്യമായ അവർ വലിയ വലിയ സുഹൃതം ചെയ്തവരാണ്, പക്ഷേ അവർ നരകത്തിന്റെ വിറകുകളായി തീരുകയാണ് ചെയ്യുന്നത്. എന്താണ് അതിന് കാരണം? ആ 3 പേർ അവരുടെ സ്വഭാവം എന്താണ്, അവസ്ഥ എന്താണ്, ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുകയാണ്. ഒന്ന്, ജനങ്ങൾക്കിടയിൽ അയാൾ ഷഹീദാണ്. ഇസ്ലാമിന് വേണ്ടിയുള്ള ആ പോരാട്ടത്തിൽ ശത്രുക്കൾക്കെതിരെ പോരാടി രണാങ്കണത്തിൽ വീരമൃത്യു വരിച്ച ആളാണ്. പക്ഷെ അയാൾ നരകത്തിലേക്കാണ് എത്തിപ്പെടുന്നത്. കാരണം അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ച് അവനോട് ചോദ്യം ചെയ്യുമ്പോൾ അവൻ പറയുന്നു, അബ്ബേ ഖാതൽതു ഫീ സബീലിക്, നിന്റെ മാർഗത്തിൽ ഞാൻ ശത്രുക്കളോട് രണാങ്കണത്തിൽ വെച്ച് യുദ്ധം ചെയ്ത് ഷഹീദായി. ഇത് പറയുമ്പോൾ അല്ലാഹു തആല അവനോട് പറയുന്ന മറുപടി, നീ ശത്രുക്കളോട് പോരാടി മരണം വരിച്ചു എന്നത് ശരിയാണ്, പക്ഷെ അത് എന്തിനു വേണ്ടിയായിരുന്നു? നിന്റെ ലക്ഷ്യമെന്തായിരുന്നു? നീ ഒരു ധീരനാണെന്ന് സമൂഹം പറയണം. അത് പറയപ്പെട്ടു കഴിഞ്ഞു. വഖത്തിയില്ല, നീ ശുജാഇയാണ്, നീ ധീരനാണ്, ധൈര്യമുള്ളവനാണ് എന്ന് പറയപ്പെടലായിരുന്നു നിന്റെ ലക്ഷ്യം. അത് സമൂഹം പറഞ്ഞിരിക്കുന്നു, നിന്റെ പ്രതിഫലം അതോടുകൂടി കഴിഞ്ഞിരിക്കുന്നു. എന്നിൽ നിന്ന് ലഭിക്കേണ്ടുന്നത് ലഭിക്കാൻ, എന്നിൽ നിന്ന് പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടല്ല നീ പണി ചെയ്തത്. നാം വളരെയധികം ചിന്തിപ്പിക്കുന്ന പരാമർശങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ നമുക്ക് തരുന്നത്. മറ്റൊരുത്തനാരാണ്? അവൻ വലിയ ധർമ്മിഷ്ഠനാണ്, ധാരാളമായി ധർമ്മം ചെയ്തു, ഒരുപാട് ആളുകളെ സഹായിച്ചു, ഒരുപാട് ആളുകളുടെ പ്രയാസങ്ങൾ തീരാൻ അദ്ദേഹത്തിന്റെ സഹായ സഹകരണങ്ങൾ ഉപകരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വലിയ മുതസദ്ദിഖായ, വലിയ ധർമ്മിഷ്ഠനായ ആൾ, അയാളും അള്ളാഹുവിന്റെ കോടതിയിൽ വന്നുകൊണ്ട് താൻ ചെയ്ത ധർമ്മങ്ങളും കാര്യങ്ങളും പറയുമ്പോൾ അള്ളാഹുവിന്റെ മറുപടി, നീ ഇത് ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു? അള്ളാഹു താൻ വിശദീകരിച്ചു കൊടുക്കുന്നു, നീ ചെയ്തത് എന്നിൽ നിന്ന് പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടല്ല, എന്നിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടല്ല നീ ഇത് ചെയ്തത്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും, അള്ളാഹു തആല നിങ്ങളുടെ ഭാവങ്ങളിലേക്കോ നിങ്ങളുടെ ശാരീരികമായ ആകാരങ്ങളിലേക്കോ അല്ല നോക്കുന്നത്, മറിച്ച് വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. നിങ്ങളുടെ പ്രവർത്തനം ഏത് ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്നു? പ്രവർത്തനം എന്നായാൽ പോരാ, മറിച്ച് ലക്ഷ്യബോധം, നീയത്ത്, കരുത്ത്, ഉദ്ദേശ്യം അതുകൂടി ശുദ്ധമായിരിക്കണം. ശുദ്ധമായ ഉദ്ദേശത്തോടുകൂടി നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ അത് ഫലപ്പെടുകയുള്ളൂ.
അങ്ങനെ ദാനധർമ്മങ്ങൾ ചെയ്തു, നല്ല പ്രവൃത്തിയാണ്. പക്ഷെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു, ഭൗതികമായ നേട്ടങ്ങളായിരുന്നു, പ്രശസ്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെയും നരകത്തിലേക്ക് വലിച്ചെറിയാൻ കൽപ്പിക്കപ്പെടുന്നു. മഹാദല്ലാഹ്, അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. മറ്റൊരു വിഭാഗം അവർ ഹാഫിളുൽ ഖുർആൻ, ദീനീ ബോധമുള്ള മനുഷ്യരാണ്. അവർ ആ പരിശുദ്ധമായ ഖുർആനെ കുറിച്ച് സമൂഹത്തോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെയുള്ള ആളുകൾ അല്ലാഹുവിന്റെ മുന്നിൽ വരുന്നു. പടച്ച തമ്പുരാൻ ചോദിക്കുന്നു, നീ എന്തിനു വേണ്ടിയായിരുന്നു ഇത് ചെയ്തത്? നീ വലിയ പണ്ഡിതനാണ്, നീ വലിയ വിവരമുള്ളവനാണ് എന്ന് ജനം പറയുകയായിരുന്നില്ലേ നിന്റെ ലക്ഷ്യം? ഒരിക്കലും എന്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ടല്ല നീ ഇത് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അവനെയും നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇഖ്ലാസ് ഇല്ലെങ്കിൽ, അള്ളാഹുവിന്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ടല്ല നീ നന്മകൾ ചെയ്യുന്നതെങ്കിൽ യാതൊരു കാര്യവുമില്ല. ഹബാഅൻ മൻസൂറ, പരിശുദ്ധ ഖുർആൻ തന്നെ മറ്റൊരിടത്ത് വിശദീകരിച്ചതുപോലെ അത് ഈ അന്തരീക്ഷത്തിൽ വിതറപ്പെട്ട കേവല ധൂളികളെ പോലെ, ഒരിക്കലും നിനക്ക് അതുകൊണ്ട് യാതൊരു നേട്ടവും ലഭിക്കുന്നില്ല. നീ അള്ളാഹുവിന്റെ പ്രീതി കാക്ഷിക്കേണ്ട സ്ഥാനത്ത് ജനങ്ങളുടെ പ്രീതിയാണ് കാക്ഷിച്ചത്. ഈ രൂപത്തിലാണ് നീ നന്മകൾ ചെയ്യുന്നതെങ്കിൽ ആ നന്മ നിനക്ക് ഫലം ചെയ്യുകയില്ല. അപ്പോൾ കൃത്യമായ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾ. ഇവിടെ ഒരല്പം നാം നമ്മിലേക്ക് ഇറങ്ങി വരണം. ഇന്ന് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ പലതും നാം ചെയ്യുന്നു. ഒരുപാട് ആളുകളെ സഹായിക്കുന്നു, കൂട്ടമായി സഹായിക്കുന്നു, ഒറ്റയ്ക്ക് സഹായിക്കുന്നു. വിവിധങ്ങളായ രൂപത്തിൽ ആ സഹായ സഹതങ്ങൾ അവരിലേക്ക് എത്തിക്കുന്നു. ശരിയാണ്, ആവശ്യം വെച്ചു നോക്കുമ്പോൾ അതിന്റെ അളവ് കുറവാണെങ്കിലും ഒരുപാട് നാം ചെയ്യുന്നു. പക്ഷേ അത് ജനം അറിഞ്ഞില്ലെങ്കിൽ, ആളുകൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ മനസ്സിലെന്തോ ഒരു പ്രയാസം വരുന്നില്ലേ? അതിന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് താൻ നൽകുന്നതും ആ പാവപ്പെട്ടവൻ വാങ്ങുന്നതുമായ ഫോട്ടോ എടുത്തുകൊണ്ട് അത് പത്രത്തിൽ കൊടുത്താലല്ലേ നിനക്ക് നിന്റെ സംതൃപ്തി പരിപൂർണമാവുന്നുള്ളൂ? സ്വയം ചോദിക്കുക. എവിടെയൊക്കെ താൻ ചെയ്ത പ്രവർത്തനങ്ങൾ, സുഹൃത്തുക്കൾ അറിയപ്പെടുന്നുവോ, എവിടെയൊക്കെ അതിന്റെ പേരിൽ തനിക്ക് പ്രശംസ ലഭിക്കുന്നുവോ അവിടെയല്ലേ നിന്റെ മനസ്സുള്ളത്? വരിക, നാം ഇന്നിലേക്ക് ഓരോ ദിവസത്തെയും മുസ്ലിം പത്രങ്ങൾ മറിച്ചു നോക്കൂ. എത്ര പാവങ്ങളെയാണ് നാം സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഫോട്ടോകൾ കാണുമ്പോൾ നിങ്ങളോട് ആ ഫോട്ടോകൾ വിളിച്ചു പറയുന്നത് എന്താണ്? ആ റിപ്പോർട്ടുകൾ നിങ്ങളോട് വ്യംഗ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? തികച്ചും ലോകമാന്യം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള പ്രവർത്തനമല്ലാതെ എന്തിനാ പാവപ്പെട്ടവനെ ഇങ്ങനെ നാം ശിക്ഷിക്കണം? ഏതെങ്കിലും ഒരു മനുഷ്യൻ ഞാൻ പാവപ്പെട്ടവനാണെന്നും മറ്റുള്ളവരാൽ സഹായിക്കപ്പെടുന്നവനുമാണെന്നും അറിയപ്പെടാൻ ആഗ്രഹിക്കുമോ? നീ കൊടുക്കുന്ന പൊതിയും, നീ കൊടുക്കുന്ന ചാവിയും, നീ കൊടുക്കുന്ന സമ്പത്തും, നീ കൊടുക്കുന്ന മറ്റു വസ്തുക്കളും അത് മാനവകരെ മുഴുവൻ കാണിക്കുന്നത് ഏത് പാവപ്പെട്ടവനാണ് അത് സംതൃപ്തിയോടെ സ്വീകരിക്കുക? ജീവിത ക്ലേശങ്ങളും മൂലം മറ്റു മാർഗങ്ങളില്ലാത്തത് കൊണ്ട് മാത്രം അഭിമാനം പണയം വെച്ചുകൊണ്ടല്ലേ അവൻ ആ ഫോട്ടോക്ക് മുന്നിൽ പോസ് ചെയ്യുന്നത്? എന്തേ നിനക്ക് ചിന്തിക്കാൻ കഴിയാത്തത്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബത്തിന്റെയും സലഫുസ് സാലിഹീങ്ങളുടെയും ചരിത്രം ഒന്ന് എടുത്തു നോക്ക്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാടിന്റെ ഖലീഫയായിരിക്കെ ചെയ്ത പ്രവർത്തനങ്ങൾ ഇന്ന് ഖുതുബയിൽ പരാമർശിക്കപ്പെട്ടു. മഹാനുഭാവൻ തന്റെ നാട്ടിലുണ്ടായിരുന്ന ഒരു കിഴവിയായ ഒരു പാവപ്പെട്ട സ്ത്രീയുടെ ചെറ്റക്കുടിലേക്ക് രാത്രി ആരും കാണാതെ കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് അവർക്ക് വേണ്ട ഒത്താശകളെല്ലാം ചെയ്തു കൊടുക്കുന്നു. കേവലം പറഞ്ഞു പോകേണ്ട ഒരു വിഷയമല്ല ഇത്. ഒരുപക്ഷെ നീ 1000-ഉം 10,000-ഉം ലക്ഷവും മില്യണും ഒരുപക്ഷെ സംഭാവന ചെയ്തേക്കാം. പക്ഷേ അറപ്പോടും വെറുപ്പോടും കൂടി ചെയ്തു പോകുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. അവരുടെ വിസർജനങ്ങൾ എടുത്ത് മാറ്റുകയാണ്, അത് വൃത്തിയാക്കി കൊടുക്കുകയാണ്, കഴുകി ശുദ്ധിയാക്കി കൊടുക്കുകയാണ്, പുതിയ ഡ്രസ്സ് ധരിപ്പിക്കുകയാണ്, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അവർക്ക് ആവശ്യമുള്ളതെല്ലാം ആരും അറിയാതെ ചെയ്തു കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ കേൾവി അവിടെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു നിന്നു. ഒരേ മാനസികാവസ്ഥ. അങ്ങനെ കടന്നു നിന്ന് നോക്കുമ്പോൾ മറ്റെല്ലാ കാര്യത്തിലും ഉമർ ബിൻ ഖത്താബ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും സബഖനി അബൂബക്കർ, അബൂബക്കർ റളിയല്ലാഹു അൻഹു കടന്നിരിക്കുന്നു, മുന്നേ ചെയ്തിരിക്കുന്നു എന്ന് തിരിച്ചറിയുകയാണ്. ആ കേൾവിയോട്, ആ തള്ളയോട് ചെന്നുകൊണ്ട് ചോദിച്ചു, ഉമ്മ, ഞാൻ നിങ്ങൾക്ക് ഖിദ്മത്തെടുക്കാൻ വേണ്ടി വന്നതായിരുന്നു, പക്ഷേ നിങ്ങളെല്ലാം നിർവഹിക്കപ്പെട്ടതുപോലെ കിടക്കുന്ന ആരാണ് നിങ്ങൾക്ക് ഇത് ചെയ്തു തരുന്നത്? ആ ചോദ്യത്തിന് മറുപടിയായിക്കൊണ്ട് ആ തെളിവിയായ പാവപ്പെട്ട സ്ത്രീ പറഞ്ഞത്, മോനെ, എല്ലാ ദിവസവും നട്ടപ്പാതിരക്ക് ഒരാൾ ഇവിടെ വരാറുണ്ട്, ഉമ്മ എന്ന് വിളിച്ചുകൊണ്ട് എനിക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു തരാറുണ്ട്. അങ്ങനെ അദ്ദേഹം എന്റെ കാര്യങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉറപ്പിച്ചു, അത് അബൂബക്കർ തന്നെയായിരിക്കും റളിയല്ലാഹു അൻഹു.
അങ്ങനെ അത് കണ്ടെത്താൻ വേണ്ടി കാത്തിരുന്നു. അവസാനം കണ്ടെത്തുകയും ചെയ്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു ആ ചെയ്തിരുന്നത്. ഏതൊരു മനോവികാരമാണ്, ഏതൊരു ചേതോ വികാരമാണ് അവരെ അതിലേക്ക് നയിച്ചത്, ഏതൊരു ആദർശമാണ് അവരെ അതിലേക്ക് എത്തിച്ചത്, ഏതൊരു നേതാവിന്റെ പ്രവർത്തനമാണ് അവരെ ആ ഉത്തമമായ ആ കൃത്യത്തിലേക്ക് നയിച്ചത്. നാം മനസ്സ് കൊടുത്തുകൊണ്ട് ചിന്തിക്കണം. അങ്ങനെയായിരുന്നു സഹാബാക്കിറാം, അങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പഠിപ്പിച്ചത്, കാണിച്ചു കൊടുത്തത്, ജീവിച്ച് കാണിച്ചത്. അത് അനുവർത്തിച്ച സഹാബാക്കിറാം ആ രൂപത്തിൽ പ്രവർത്തിച്ചു. ഇനി ഇങ്ങോട്ട് വരാം സലഫു സാലിഹീങ്ങളിലേക്ക്, താബികളിലേക്ക്, താബികളിലേക്ക്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് പ്രശസ്തനായ പണ്ഡിതനാണ്. ഹിജ്റ 118 ജനിച്ച് 181 വഫാത്തായ പ്രശസ്തനായ പണ്ഡിതൻ, പ്രശസ്തനായ പരിത്യാഗി. ആ മഹാനുഭാവൻ അദ്ദേഹത്തിന്റെ ജീവിത കഥയിൽ ഒരുപാട് ത്യാഗോജ്ജലമായ, ഒരുപാട് അനുകരണീയമായ സംഭവങ്ങൾ കാണാം. അതിലൊന്ന് ഇന്ന് ഖുത്ബയിൽ പരാമർശിക്കപ്പെട്ടു. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തന്റെ യാത്രക്കിടയിൽ താൻ ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പല സ്ഥലത്തും. അങ്ങനെ ഒരു സ്ഥലത്ത് ദർസിൽ സ്ഥിരമായി പങ്കെടുത്തിരുന്ന ഒരു യുവാവ് ഒരിക്കൽ ചെന്ന് നോക്കുമ്പോൾ അയാളുടെ അസാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെയാണ് പലപ്പോഴും പല നല്ല കാര്യങ്ങളിലും സ്ഥിരമായി വരുന്നവരുടെ അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെടും. അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെടുക എന്നത് ഒരു വലിയ കാര്യമാണ്. സാന്നിധ്യം മാത്രമല്ല ശ്രദ്ധിക്കപ്പെടുക. എല്ലാ നന്മകളിലും സ്ഥിരമായി ഉണ്ടാകുമ്പോൾ അയാളെ ശ്രദ്ധിക്കുകയല്ല, പക്ഷെ അയാൾ അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെടും. അത് വലിയ അംഗീകാരമാണ്. ഉസ്താദിൽ നിന്ന് എപ്പോഴും പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ദർസുകളിൽ സ്ഥിരമായി പങ്കെടുക്കുകയും ചെയ്യുന്ന ആ ചെറുപ്പക്കാരനെ ഒരു ദിവസം കാണുന്നില്ല. പ്രത്യേകമായ കാരണമില്ലാതെ അദ്ദേഹം മുടങ്ങുകയില്ല എന്ന് ഉസ്താദിന് ബോധ്യമുണ്ട്. കാരണം അങ്ങനെയാണ് അതുവരെയുള്ള സമീപനം. അദ്ദേഹം ചോദിച്ചു, എവിടെ പോയി ഇന്നാൾ? അവർ പറഞ്ഞു, അയാൾ ഒരാളിൽ നിന്ന് 10,000 ദിർഹം, അയാൾക്കത് സമയത്തിന് കൊടുക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ പേരിൽ അയാൾ തടവിലാക്കപ്പെട്ടിരിക്കുകയാണ്, ബന്ധനസ്ഥനാണ്. ഇത് കേട്ടപ്പോൾ മഹാനായ അബ്ദുല്ലാഹി മുബാറക് കഥ കേൾക്കുന്ന ഒരു രാഘവത്തോടു കൂടിയല്ല ഇത് കേൾക്കേണ്ടത്. ഇതിനൊക്കെയുള്ള ഗുണപാഠങ്ങൾ, മോറൽസ്, അത് നമ്മുടെ ജീവിതത്തിൽ സ്വാംശീകരിക്കണം. അതിനുവേണ്ടിയാണ് ഇത് കേൾക്കേണ്ടത്. അദ്ദേഹം ഈ കടം നൽകിയ ആളെക്കുറിച്ച്, ദായിനെ കുറിച്ച് അന്വേഷിച്ചു. അയാളെ കണ്ടെത്തിയിട്ട് മഹാനായ അബ്ദുല്ലാഹി മുബാറക് സമ്പന്നനായിരുന്നു, പണ്ഡിതനായിരുന്നു, സമ്പന്നനായിരുന്നു, അതേസമയം പരിത്യാഗിയായിരുന്നു. ദുനിയാവിന്റെ ജാടകൾക്കൊന്നും ഒരു വിലയും കൽപ്പിക്കാത്ത മനുഷ്യനായിരുന്നു. അദ്ദേഹം ചെന്നു 10,000 ദിർഹം അദ്ദേഹത്തെ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് ഞാനും നിങ്ങളും പടച്ച തമ്പുരാനും മാത്രമേ അറിയാവൂ. ജയിലിൽ അടക്കപ്പെട്ട വ്യക്തി പോലും അറിയാൻ പാടില്ല. എന്റെ മരണം വരെ ഒരു മനുഷ്യനോടും നിങ്ങൾ ഇത് പറയാൻ പാടില്ല. അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോന്നു. ജയിലിൽ അകപ്പെട്ട വ്യക്തി ജയിൽ മോചിതനായി. ജയിൽ മോചിതനായപ്പോഴാണ് അറിയുന്നത് തന്റെ ഉസ്താദ് വന്ന് ദർസ് നടത്തി പോയിരിക്കുന്നു. അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഓടിച്ചെന്നു തന്റെ ഉസ്താദുള്ള സ്ഥലത്തേക്ക്. അങ്ങനെ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ, എനിക്ക് ദർസിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ മഹ്ബൂസായിരുന്നു, ഞാൻ ബന്ധനസ്ഥനായിരുന്നു, ജയിലിൽ അടക്കപ്പെട്ടിരുന്നു. കാരണം എനിക്ക് കുറച്ച് കടമുണ്ടായിരുന്നു, സമയത്തിന് അടക്കാൻ കഴിഞ്ഞില്ല. ഇതായിരുന്നു എന്റെ സ്ഥിതി. എന്നിട്ട് എന്ത് പറ്റി? മഹാൻ ചോദിക്കുന്നു. അതിന് മറുപടി ആയിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ കടം ആരോ വന്ന് വീട്ടിയത്രേ. ഞാൻ കൊടുക്കാനുണ്ടായിരുന്ന കടം ഏതോ വ്യക്തി വന്ന് അടച്ചു എന്നാണ് പറയുന്നത്. നീ അള്ളാഹുവിനെ സ്തുതിച്ചോ, അള്ളാഹു താൻ ചെയ്ത വലിയ നിഅമത്തല്ലേ, അള്ളാഹുവിനെ സ്തുതിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയം അവിടെ വെച്ച് അവസാനിപ്പിച്ചു എന്നാ ചരിത്രം. പിന്നീട് ഈ വ്യക്തി പോലും ഈ വിവരം അറിയുന്നത് അബ്ദുല്ലാഹി മുബാറക്കിന്റെ വഫാത്തിന് ശേഷം ഈ കടം കൊടുത്ത കക്ഷി പറയുമ്പോൾ മാത്രമാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഓരോ പ്രവൃത്തിയുടെയും ഇഖ്ലാസും ഇഖ്ലാസില്ലാത്ത പ്രവൃത്തിയുടെ അവസ്ഥയും. എന്ന് പറഞ്ഞുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ പാരത്രിക ലോകത്ത് മഹ്ശറിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് പ്രത്യേകമായ ചില ആളുകൾക്ക് ലഭിക്കുന്ന തണൽ, ശാന്തി, അതിനെക്കുറിച്ച് പറഞ്ഞു. അതിന് 7 വിഭാഗമുണ്ട്. അതിലൊരു വിഭാഗം ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. ഏതവസ്ഥയിൽ? അവർ വലത് കൈ കൊണ്ട് ചെയ്യുന്നത് ഇടത് കൈ അറിയില്ല. അത്രയും രഹസ്യമായിട്ടായിരിക്കും അവർ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്. ആലോചിക്കാം, നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ കുറച്ച് നമ്മൾ ചെയ്യുന്നു, പക്ഷെ അതിന്റെ ആ കൊടുക്കുന്ന സമയത്തുള്ള നമ്മുടെ മനോഭാവം എന്ത്? പലപ്പോഴും നിർബന്ധിതാവസ്ഥയിൽ വഴങ്ങിക്കൊടുക്കുന്നു, അതിനപ്പുറം പ്രശസ്തി ആഗ്രഹിക്കുന്നു. ഈ രൂപത്തിൽ ചെയ്യുന്ന സദഖകളും ഈ മഹാന്മാർ ചെയ്ത ഇത്തരം സുഹൃത്തുക്കൾ തമ്മിലൊന്ന് മാറ്റുരച്ച് നോക്കുക. നമ്മുടെ സദഖകളും ദാനധർമ്മങ്ങളും സഹായങ്ങളും എല്ലാം എവിടെയാണ് ചെന്ന് നിൽക്കുക ഈ മഹാന്മാരെ വെച്ച് നോക്കുമ്പോൾ?
വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം. കുറെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാത്രമായില്ല, നന്മ വർദ്ധിപ്പിക്കണം. പക്ഷെ ആ നന്മയ്ക്ക് ഈ പറയപ്പെട്ട എല്ലാ ഗുണങ്ങളും ഉണ്ടായിരിക്കണം. അപ്പോൾ മാത്രമേ അത് യഥാർത്ഥത്തിൽ നമുക്ക് ഫലം ചെയ്യുന്ന കാര്യമായി മാറുന്നുള്ളൂ. അവ കഷ്ടപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് പെരുമാറുക. ഇത് സമ്പത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅൻ വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തൽഖിൻ. നിങ്ങൾ സുഹൃത്തുക്കളിൽപ്പെട്ട ഒന്നിനെയും നിസ്സാരമായി ഗണിക്കരുത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നിന്റെ സുഹൃത്തിനോട് സുസ്മേര വദനനായിക്കൊണ്ട് നീ സമീപിക്കുന്നത് പോലും, ഒരു പുഞ്ചിരി പ്രകാശിപ്പിച്ചുകൊണ്ട് നിന്റെ സഹോദരനെ, നിന്റെ സുഹൃത്തുക്കളെ നീ സമീപിക്കുന്നു, നിന്റെ കുടുംബത്തെ നീ സമീപിക്കുന്നു, അതുപോലെ നിസ്സാര കാര്യമായി നീ ഗണിക്കരുത്. പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. വഴിയിൽ തടസ്സമുണ്ടോ അത് നീക്കിയിടുന്നത് നിസ്സാരമായി കാണരുത്, പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. മാനസികമായി പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യനുണ്ടോ, അവന്റെ കൂടെ ഇരുന്നു കൊണ്ട് അവന്റെ പ്രയാസം നീക്കിക്കൊടുക്കാൻ വേണ്ടി നീ സംസാരിക്കുന്നത് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. അതൊരിക്കലും ചെറിയ വിഷയമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കാവുള്ളൂ. എത്ര ആളുകൾ തന്റെ കൂടെ താമസിക്കുന്ന ആളുകൾ, തന്റെ തൊട്ട ഫ്ലാറ്റിലുള്ള ആളുകൾ, തന്റെ കൂടെ തന്നെ തന്റെ റൂമിലുള്ള ആളുകൾ പലതരം പ്രയാസം അനുഭവിക്കുമ്പോൾ എന്താണ് നിന്റെ പ്രശ്നമെന്ന് ചോദിക്കാൻ നമുക്ക് സമയമുണ്ടോ? അവനനുഭവിക്കുന്ന വിഷമത്തെക്കുറിച്ച് മനസ്സിലാക്കി ഒരു താങ്ങാവാൻ, ഒരു വാക്കുകൊണ്ടെങ്കിലും ഒരു സമാധാനം നൽകാൻ നമ്മൾ തയ്യാറാവാറുണ്ട്. ആ സമയത്ത് എങ്ങനെയാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാമെന്നല്ല നമ്മൾ ചിന്തിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ ആ സാഹോദര്യം എവിടെ എത്തി, മാനവികത എവിടെ എന്ന് നിൽക്കുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ച മാനവികത നമുക്ക് പറയാം. ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ വ്യക്തി ജീവിതം മറ്റാരെ കുറിച്ച് ചിന്തിക്കണ്ട, ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കുക. എന്റെ അയൽവാസിയോട് എനിക്കുള്ള കടപ്പാട്, എന്റെ മാതാപിതാക്കളും എന്റെ സഹോദരങ്ങളും എന്റെ സഹോദരിമാരും എന്റെ മക്കളും എന്റെ കൂട്ടുകുടുംബങ്ങളും എന്റെ ബന്ധുക്കളും, അവരോടൊക്കെ എനിക്കുള്ള കടപ്പാട് ഞാൻ വേണ്ട വിധം നിർവഹിക്കുന്നുണ്ടോ? ഓരോരുത്തരും ചോദിക്കുക സ്വന്തത്തോട്. അവിടെ സമ്പത്ത് കൊടുക്കൽ മാത്രമല്ല, പലപ്പോഴും സമ്പത്തിനേക്കാൾ അവന് ആവശ്യം ഒരു നല്ല വാക്കായിരിക്കും, സാന്ത്വനത്തിന് തലോടലായിരിക്കും. എന്ത് നമുക്ക് കൊടുക്കാത്ത പിശുക്ക്? ഇവിടെ എവിടെയാണ് നമ്മൾ ചെന്ന് നിൽക്കുന്നത്? പലപ്പോഴും പല പുണ്യകർമ്മങ്ങളെക്കാൾ ഉചിതം അല്ലെങ്കിൽ ഉത്തമം ഇത്തരം സാന്ത്വന വാക്കുകളാണ്, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും സഹാബത്ത് അതേ രൂപത്തിൽ നടപ്പിലാക്കി കാണിച്ചു തരികയും ചെയ്തു. ഒരൊറ്റ ഉദാഹരണം പറയാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ആ സഹാബി എത്രമാത്രം പ്രമുഖനാണ് എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. അദ്ദേഹം പള്ളിയിൽ ഇഅ്തികാഫിരിക്കാം. അദ്ദേഹത്തിന് ഒരു സുഹൃത്ത് കടന്നു വന്നു പള്ളിയിലേക്ക്. അദ്ദേഹം ചോദിച്ചു, അല്ല മോനെ, അറാക ഹസീനൻ, നീ വല്ലാതെ ഒരു ദുഃഖിതനായി കാണുന്നല്ലോ, എന്താണ് കാരണം? ഒരു മ്ലാനമുഖം, എന്താണ് ഇതിന് കാരണം? അത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരാളിൽ നിന്ന് കുറച്ച് കടം വാങ്ങിയിരുന്നു, അത് കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിനെ അങ്ങോട്ട് ചൂണ്ടിയിട്ട് പറഞ്ഞു, വഹുർമത്തി സാഹിബി ഹാദൽ ഖബർ മാ അഖ്ദിറു അലൈഹി, അതിനെ ഉറപ്പിക്കാൻ വേണ്ടി അങ്ങനെ കൂടി പറഞ്ഞു. ഹദീസിലുള്ള വിഷയം. അപ്പോ അദ്ദേഹം ചോദിച്ചു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുക, അഫലാ ഉക്കല്ലിമു ഫീക, നിന്റെ കാര്യത്തിൽ ആ കടം തന്ന ആളോട് ഞാൻ സംസാരിക്കട്ടെ? അത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ സംസാരിക്കാൻ നന്നായിരുന്നു, കാരണം പ്രമുഖനാണ്, പ്രമുഖ സഹാബിയാണ്. അദ്ദേഹം സംസാരിച്ച ഒന്നുകൂടി ഒരു തേജിയിൽ ഒരു അവധി ഒന്ന് നീട്ടി കിട്ടിയാൽ ഒരു ഉപകാരമാണല്ലോ, സംസാരിച്ചാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പര് ഇറങ്ങാണ്. ഇഅ്തികാഫിൽ ഇരിക്കുന്ന ഈ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇറങ്ങാണ്. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, ആ നസീത മാ കുന്ത ഫീ, നിങ്ങൾ ഇഅ്തികാഫിലാണെന്ന് ആ കാര്യം മറന്നിട്ടാണോ ഇറങ്ങണത്? അപ്പോ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ല, മറന്നിട്ടില്ല. വലാകിന്നി സമിഅതു സാഹിബ ഹാദൽ ഖബർ, പക്ഷേ ഞാൻ ആ ഖബർ ശരീഫിൽ കിടക്കുന്ന മഹാൻ അഥവാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കേട്ടിരിക്കുന്നു. ഇത് പറയുമ്പോൾ ഹദീസിൽ കാണാം, ഫദമഅത് ഐനാ, രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്ന അവസ്ഥയിലെ പറയുന്നത്. ആ മുഹബ്ബിന്റെ പേര് പറയുമ്പോൾ കണ്ണീർ ഒഴുകുകയാണ്. ആ സ്നേഹത്തിന്റെ ഒക്കെ അളവൊന്ന് വെച്ച് നോക്കിയാൽ നമ്മൾ സ്നേഹം മുഹബ്ബീങ്ങൾ ഇങ്ങനെ പറയണ്ടല്ലോ, നമ്മൾ സ്നേഹം പിടി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നവരാണോ നമ്മൾ? ഒന്ന് ചോദിക്കുക, സ്വന്തത്തോട് ചോദിച്ചു. അങ്ങനെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൂർത്തടിക്കാൻ നമുക്ക് എങ്ങനെ കഴിയും? അല്ലാഹു തആല അനുഗ്രഹിച്ച് നൽകിയ സമ്പത്ത് ആഡംബരത്തിനും അമ്മാടിത്തരത്തിനും ദുരാചാരങ്ങൾക്കും വേണ്ടി ചെലവഴിക്കാൻ എങ്ങനെ കഴിയും? ആ തിരുനബിയുടെ ഉമ്മത്തിൽ തന്നെ അത്യാവശ്യങ്ങൾക്ക് വകയില്ലാതെ ലോകത്ത് കോടാനക്കോടി ജനങ്ങൾ കഴിയുമ്പോൾ ആ സമൂഹത്തിന് അപ്പുറത്തുള്ളവരെ പോലും, ആ മുസ്ലിങ്ങളെ പോലും സഹായിക്കണമെന്ന് പഠിപ്പിച്ച ആ തിരുനബിയുടെ ഉമ്മത്തായ നമ്മൾ എങ്ങനെയാണ് ഒരു ഫിൽസ് പോലും അനാവശ്യമായി ചെലവഴിക്കുക? നമ്മൾ മുഹബ്ബാണ്, പറയാൻ നല്ല ചേലാം, പാടാനും ഒരുപക്ഷെ ഉഷാറാണ്.
പക്ഷെ കാര്യങ്ങളിലേക്ക് അടുക്കുമ്പോൾ ഒരു വിവാഹം നടത്തുന്നിടത്ത് എത്രമാത്രം ലക്ഷങ്ങളാണ് പൊടിപിടിക്കുന്നത് നമ്മൾ അനാവശ്യമായിട്ട്. എത്ര കൃത്യമായാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞത്. വലാ തുബദ്ദിർ തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. തെന്മാടിത്തരം ചെയ്യുന്നവർ, ദുരുപയോഗം ചെയ്യുന്നവർ, അതിവ്യയം ചെയ്യുന്നവർ, ഇതെല്ലാം പൈശാചികമാണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നു. ഒരു വീടുണ്ടാക്കുന്നിടത്ത് പോലും വളരെയധികം ശ്രദ്ധിക്കണം. ആവശ്യത്തിനുള്ള വലിപ്പമേ പാടുള്ളൂ. നീ ഭക്ഷണം കഴിക്കുമ്പോൾ, നീ വസ്ത്രം കൊടുക്കുമ്പോൾ എല്ലായിടത്തും മിതത്വം പാലിക്കണം. വിശദമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അതിനപ്പുറം ജീവിതത്തിൽ കാണിച്ചു തന്നു. പക്ഷെ ഒരു ഘട്ടമെത്തുമ്പോൾ സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ടോ, അത് എന്റെ സമ്പത്താണ് എന്ന രൂപത്തിൽ നാം ചെലവഴിക്കുന്നു. ആരാ പറഞ്ഞത് നിന്റെ സമ്പത്താണ്? ആരാ പറഞ്ഞ അനുഭവം നമ്മോട് പറയുന്നത് നിന്റെ സമ്പത്തല്ല എന്ന്? പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു എന്താണ് ആ ശൈലി എന്ന്. ഓ, അതൊന്നും മനസ്സ് കൊടുത്താൽ പിന്നെ മനുഷ്യൻ ഓരോ പൈസ ചെലവഴിക്കുമ്പോൾ വിറവറച്ചില്ല ചെലവഴിക്കാൻ. പിശുക്കൊണ്ടുള്ള വിറവല്ലേ ഞാൻ പറഞ്ഞത്, പിശുക്ക് പാടില്ല. ആവശ്യത്തിന് ചെലവഴിക്കണം. പക്ഷേ അത് ഹറാമാണോ കറാഹത്താവുമോ എന്ന കാര്യത്തിൽ പേടി വേണം. എന്താ പ്രയോഗം? മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീ, നിങ്ങൾക്ക് പ്രാതിനിധ്യം നൽകപ്പെട്ട സമ്പത്തിൽ നിങ്ങൾ ചെലവഴിക്കൂ. നിങ്ങളതിന് ഉടമയല്ല, ഉടമ അല്ലാഹുവാണ്. നിങ്ങൾക്ക് താൽക്കാലികമായ നിശ്ചിത കാലഘട്ടത്തിലേക്ക് ഒരു പ്രാതിനിധ്യം നൽകിയിരിക്കുന്നു, അതിനെ പ്രതിനിധിയാക്കിയിരിക്കുന്നു സമ്പത്തിന്റെ. അങ്ങനെയുള്ള സമ്പത്താണ്. അത് ചെലവഴിക്കുമ്പോൾ ഇന്ന രൂപത്തിൽ ചെലവഴിച്ചു എന്ന പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. നബി പറഞ്ഞു, ആളുകൾ പറയും മാലി മാലി, എന്റെ സമ്പത്ത്, എന്റെ കാര്യങ്ങൾ, എന്റെ മുതല്, എന്റെ ദുനിയാവ്. എന്താണോ നിന്റെ സമ്പത്ത് നീ തമ്മിലുള്ള ബന്ധം? നീ തിന്നത്, നീ ഉടുത്ത് പഴകിയത്, നീ ദാനം ചെയ്തത്, ഇതിനപ്പുറം നിനക്ക് എന്താണ് അനുഭവിക്കാൻ കഴിയുന്നത്? ഇതിലെ മില്യനെയറാണ്, ബില്യനെയറാണ്. എന്താണ് അയാൾ? മനുഷ്യനല്ലേ, അയാൾ എത്ര അനുഭവിച്ചാലും എത്ര അനുഭവിക്കും? ആസ്വദിക്കാൻ എത്ര കഴിയും? എന്നിട്ട് പിന്നെ മാല് മുതല് എന്ന് പറയുന്ന സമയവും ആരോഗ്യവും ചുറ്റുപാടും ഒക്കെ നശിപ്പിക്കുകയാണ്. ബന്ധങ്ങൾ പോലും നശിപ്പിക്കുകയാണ്. ഒന്ന് ആലോചിച്ചു, എത്രമാത്രം വലിയ വിഡ്ഢിത്തരമാണത്. എത്ര കിട്ടിയാലും പൂതിയിരുന്നില്ല. അതല്ലേ നമ്മുടെ സ്ഥിതി. എന്നിനും സമയം എന്താ ബിസിനസ് അവിടെ ഉണ്ട്, പിന്നെ അവിടെ വേറെ ബ്രാഞ്ച് വേണമെങ്കിൽ, പിന്നെ മറ്റോട് വേറെ പ്രോഗ്രാം ഉണ്ട്, ഇവിടെ വേറെ കൂട്ടായ്മ ഉണ്ട്. ഇങ്ങനെ വ്യത്യസ്ത പരിപാടികൾ ഇങ്ങനെ. അപ്പൊ അതിലൊക്കെ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല നമുക്ക് ഇറക്കിയല്ലോ. ഒന്ന് ഓതാൻ പഠിക്കണ്ടേ? അല്ലെങ്കിൽ അതിലെ ആശയം ഒന്ന് പഠിക്കണ്ടേ? അല്ലെങ്കിൽ ദീന്റെ മറ്റു മസാലകളൊന്നും പഠിക്കണ്ടേ? ജീവിതത്തിന് ഒരു ക്രമം വരുത്തണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലക്ഷക്കണക്കിന് ഹദീസുകളിലെ ഒരു നാലെണ്ണെങ്കിലും പഠിക്കണ്ടേ? അതുപോലെ ദീൻ മനസ്സംസ്കരണത്തിന് ആവശ്യമായ കുറെ കാര്യങ്ങളില്ലേ? അതുപോലെ നമ്മുടെ പൈതൃകത്തെ കുറിച്ചുള്ള താരീഖില്ലേ? ഇതൊക്കെ ഒന്ന് പഠിക്കേണ്ടത്. ഇതൊക്കെ നമുക്ക് വേണ്ടിയല്ലേ അല്ലാഹു തആല സംവിധാനിച്ചത്. സമയമില്ല, നീ എന്താ ചെയ്യാ? സമയമല്ല പോലും. പിന്നെ എന്തിനാണ് സമയമുള്ളത്? ഈ നശ്വരമായ ദുനിയാവിന് വേണ്ടി അതിന് സമയമുണ്ട്. അതേ സമയം ഇത് കഴിഞ്ഞിട്ട് മറ്റൊരു സമയമില്ലാന്ന്. നേരെ തലകുത്തനെ കാര്യങ്ങൾ, തലകുത്തനെ. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബിസിനസ് നോക്കേണ്ടത്. അവനവന് ജീവിച്ചു പോവാൻ ആവശ്യമായ കാര്യങ്ങൾ ലഭിക്കുന്നുണ്ടോ? പിന്നെ അങ്ങോട്ട് ഇതിന് സമയം ഉണ്ടെങ്കിൽ പിന്നെ അത് ചെയ്യേണ്ടത്. അന്യാശ്രയം കൂടാതെ ജീവിക്കണം, അതിനാവശ്യമായി ചെയ്തിരിക്കണം. ദൂർത്ത് നടത്താനല്ല. വിവാഹത്തിന്റെ പേരിലും വിരുന്നുകളുടെ പേരിലും സദ്യകളുടെ പേരിലും ആചാരോപചാരങ്ങളുടെ പേരിലും കോടികൾ ചെലവഴിച്ചിട്ട് കടം ഉണ്ടാക്കിയിട്ട് എന്നിട്ട് കടം വീട്ടാൻ പറഞ്ഞ് നടക്കലൊരിക്കലും ഇസ്ലാമികമല്ല. മറിച്ച് അവന്റെ ബേസിക് നീഡ്സ്, അവശ്യ കാര്യങ്ങൾ, അടിസ്ഥാന ആവശ്യങ്ങൾ, അത് നിർവഹിക്കാൻ അവൻ അധ്വാനിച്ചെങ്കിൽ മാത്രമേ പറ്റൂ. അത് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവൻ പഠിക്കാൻ സമയമില്ലെങ്കിൽ നിർബന്ധമായത് മാത്രം പഠിച്ചാൽ മതി. അല്ലെങ്കിലോ ഇതൊക്കെ പഠിക്കണം. എന്നാലോചിച്ചു നമ്മുടെ സ്റ്റാൻഡ് എവിടെയാണ്. അപ്പൊ ഇവിടെ മഹാനുഭാവനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇറങ്ങി നടക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, കണ്ണീർ ഒലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ആ ഖബറിൽ കിടക്കുന്ന മഹാൻ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഒരു മനുഷ്യന്റെ, ഒരു സഹോദരന്റെ പ്രയാസം തീർക്കാൻ വേണ്ടി ഇറങ്ങി നടന്നാൽ, അങ്ങനെ അവന്റെ പ്രയാസം തീർത്തു കൊടുത്താൽ 10 വർഷം എഴുത്തിക്കാതിരിക്കുന്നതിനേക്കാൾ കൂലിയുണ്ടെന്ന് ആ തിരുനബി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി നടന്നത് എന്ന് പറഞ്ഞു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. നമ്മൾ ആലോചിച്ച് നോക്കണം, ഓരോ പ്രവർത്തനം, ഒരു മനുഷ്യന്റെ വിഷമം തീർത്താനുള്ള പ്രതിഫലം എത്രമാത്രമുണ്ട്. നമ്മൾ അതിനൊക്കെ അകന്ന് നിൽക്കണേ. എല്ലാം ഞാൻ എന്റെ മക്കൾ, എന്റെ കുടുംബം, എന്റെ ഭാവിയാണ് ഒരു ഭാരവൽക്കരിച്ച് കഴിഞ്ഞു പോയിരിക്കുന്ന ഭാവി ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തുണ്ടായി? എല്ലാം ഉണ്ടാവും, അവസാനം സംസ്കാരം ഉണ്ടാവില്ല. എന്നിട്ട് അതിന്റെ പേരിൽ നേറി മരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പലരും എത്തിപ്പോകുന്നത്. കാരണം ദീന വലിച്ചെറിഞ്ഞു, ഒരു സമ്പത്തിന്റെ പിന്നാലെ പോയി. മറ്റൊരു ഹദീസാണ്. വിധവകൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി അധ്വാനിക്കുന്നവൻ രണാങ്കണത്തിൽ ശത്രുവിനെ പോരാടുന്നവന് തുല്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു.
അപ്പൊ പൊതുസേവനം നല്ല മനസ്സോടുകൂടി ചെയ്യുക. കഷ്ടപ്പെടുന്നവരെയും പ്രയാസപ്പെടുന്നവരെയും കണ്ടില്ലെന്ന് നടിക്കാതിരിക്കുക. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക. അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനകളിൽപ്പെട്ട ഒന്നാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്ത് വതർക്കൽ മുൻകറാത്ത് വഹബ്ബൽ മസാകീൻ. ചെറിയ കാര്യമല്ലത്. സംഭാവന എടുത്ത് എറിഞ്ഞു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ കൊടുത്ത് വേഗം തടിസലാമത്താക്കാൻ പറ്റും. പക്ഷെ ഹുബ്ബുൽ മസാകീൻ അദ്ദുഹും ഇങ്ങനെയൊക്കെ ഹദീസിന്റെ പ്രയോഗം. പാവങ്ങളെ സ്നേഹിക്കുക. സ്നേഹിക്കുമ്പോൾ സ്വാഭാവികം തോളി കൈയിട്ട് നടക്കാൻ പറ്റണം. അവന്റെ പ്രയാസങ്ങൾ നേർക്കുനേർ ചോദിച്ചറിയാൻ കഴിയണം. സ്നേഹിക്കുക മാത്രമല്ല അവദ്ദുനുബിമിനും അവനോട് അടുത്തിരിക്കണം. ഈ രൂപത്തിൽ കഷ്ടപ്പെടുന്നവരെയും പ്രയാസപ്പെടുന്നവരെയും ബുദ്ധിമുട്ടുന്നവരെയും ആശരണരെയും കണ്ടെത്തിക്കൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ മാത്രമല്ല, അങ്ങോട്ട് പോയിട്ട് കണ്ടെത്തിയിട്ട് രോഗികളെ സമാശ്വസിപ്പിക്കുക. ഇങ്ങനെ പ്രയാസപ്പെടുന്ന ഏതെല്ലാം തട്ടിലുള്ള ആളുകളുണ്ടോ അവരെ സമാശ്വസിപ്പിക്കുകയും സാന്ത്വനിപ്പിക്കുകയും അവരെ സഹായിക്കുകയും അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുകയും അവർക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിക്കുകയും ചെയ്യുന്ന തലത്തിലേക്ക് നമ്മൾ ഉയരുമ്പോൾ മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായിയാണ് ഞാനെന്ന് അഭിമാനപൂർവ്വം പറയാൻ നമുക്ക് കഴിയുള്ളൂ. ഇത്തരം സാമൂഹികമായ വിഷയങ്ങളിൽ മഹാനുഭാവനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രമാത്രം മികച്ചു നിന്നതുകൊണ്ടാണ് ലോകത്ത് അറിയപ്പെട്ട ചിന്തകനായ ബർനാഡ് ഷാ പോലും പറഞ്ഞു, ഐ ഹാവ് സ്റ്റഡീഡ് ഹിം. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കുറെ പഠിച്ചിട്ടുണ്ട്. ദ വണ്ടർഫുൾ മാൻ, അത്ഭുതകരമായ ഒരു മനുഷ്യൻ. അങ്ങനെ പറഞ്ഞു വന്നിട്ട് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, അത് നമ്മൾ ശരിക്കും ചിന്തിപ്പിക്കുന്ന വല്ലാത്തൊരു വാക്കാണ്. ഹി മസ്റ്റ് ബി കോൾഡ് ദ സേവിയർ ഓഫ് ഹ്യൂമാനിറ്റി. നമ്മൾ പറയുന്നതല്ല, ഒരു ക്രിസ്ത്യനായ ഒരു ചിന്തകനായ ഒരു മനുഷ്യൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അകലെ നിന്ന് നോക്കി കണ്ടുകൊണ്ട് പറയുക, ആ മഹാമനുഷ്യയെ കുറിച്ച് പറയേണ്ടത് മനുഷ്യത്വത്തിന്റെ മാനവികതയുടെ സംരക്ഷകൻ എന്നാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത് ലോകത്തോട്. പക്ഷെ ആ മാനവികതയുടെ സംരക്ഷകനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളായ നാം കൊണ്ടു നടക്കുന്ന മാനവികത എത്രമാത്രം ഉണ്ട് എന്ന് നാം അറിഞ്ഞു നോക്കണം. അതുകൊണ്ട് നാം ഒരു പരിവർത്തനത്തിന് തയ്യാറായി ആത്മസംസ്കരണം നടത്തുക. കേവലം ഒരു മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ട് നോമിനൽ മുസ്ലിമായി നടന്നുകൊണ്ടായില്ല. വിജയിക്കണോ നാം യഥാർത്ഥ മുസ്ലിമാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി തന്നെ തമ്പുരാനെ. പൈശാചികമായ ആഡംബരപ്രിയം പൊങ്ങച്ച പ്രേമവും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നീക്കം ചെയ്യണേ തമ്പുരാനെ. പടച്ചവനെ, എല്ലാ അർത്ഥത്തിലും ഒരു ഉത്തമ മുസ്ലിമായി മുത്തഖിയായി ജീവിക്കാൻ ഞങ്ങളെ നീ തുണക്കണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളെയും ഞങ്ങളുടെ ഭാവി തലമുറകളെയും നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് വേണ്ടി ഏറെ കഷ്ടപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ റഹ്മത്ത് ചൊരിയണേ റഹ്മാനെ.